ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമ്പോൾ അതിന് പിന്നിലെ വലിയ സ്റ്റാർ വാല്യൂം, തിയേറ്ററുകളിലെ ഇരുട്ടിൽ ആരാധകർ ഒന്നിച്ചു നടത്തുന്ന ആഘോഷങ്ങളും പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയുമെല്ലാം പല സാങ്കേതിക പോരായ്മകളെ മറച്ചു പിടിക്കാറുണ്ട്. എന്നാൽ അതേ സിനിമ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ പ്രേക്ഷകർ അത് കാണുന്നത് തങ്ങളുടെ വീടുകളിലെ ശാന്തമായ അന്തരീക്ഷത്തിലാണ്. അവിടെ ഓരോ ഫ്രെയിമും അഭിനേതാക്കളുടെ ഭാവങ്ങളും ഡയലോഗ് ഡെലിവറിയും എല്ലാം അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. ഇത്തരം ഒരു OTT റിയാലിറ്റി ചെക്കിന് ഇരയായിരിക്കുകയാണ് ഈ അടുത്ത തിയേറ്ററുകളിൽ കോടികൾ വാരിക്കൂട്ടിയ തമിഴ് ചിത്രം കറുപ്പ്. ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 308 കോടിയോളം രൂപ കളക്ഷൻ നേടി വൻ വിജയമായി മാറിയ ഈ ചിത്രം OTT പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയതോടെ കടുത്ത വിമർശനങ്ങളും വ്യാപകമായ ട്രോളുകളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഇത്രയും വലിയ ഹിറ്റാകാൻ മാത്രം എന്താണ് ഈ സിനിമയിൽ ഉള്ളതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത്. ചിത്രത്തിലെ നായകൻ സൂര്യയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങൾക്കൊപ്പം തന്നെ ചിത്രത്തിലെ നായികയായ തൃഷ കൃഷ്ണന്റെ ഡബ്ബിങ്ങും വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്നു. ഈ സംഭവം തെന്നിന്ത്യൻ സിനിമയിലെ നായികമാരുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് ഡബ്ബിംഗ് രീതികളെക്കുറിച്ചുമുള്ള വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. കറുപ്പ് തിയേറ്ററുകൾ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും നായകന്റെ മാസ് പ്രകടനങ്ങളുമാണ് ചർച്ചയായിരുന്നതെങ്കിൽ OTT റിലീസിനു ശേഷം കഥ മാറി. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിലെ അവിശ്വസനീയമായ ഫൈറ്റ് സീനുകൾ വലിയ പരിഹാസങ്ങൾക്കാണ് ഇരയാകുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി പ്രേക്ഷകരെ അലോസരപ്പെടുത്തിയത് നായിക തൃഷയുടെ കഥാപാത്രത്തിന്റെ ഡബ്ബിംഗിലെ പാളിച്ചകളാണ്. ചിത്രത്തിൽ തൃഷയുടെ ചുണ്ടനക്കവും പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദവും രണ്ട് വഴിക്കാണെന്നാണ് OTT പ്രേക്ഷകരുടെ പ്രധാന കണ്ടെത്തൽ. പ്രശസ്ത ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ചിന്മയി ശ്രീപദയാണ് ചിത്രത്തിൽ തൃഷയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ചിന്മയുടെ ഡബ്ബിംഗ് മികവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും തൃഷയുടെ അഭിനയവുമായി ഒത്തുപോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൃഷ ഡയലോഗ് പറഞ്ഞ് തീരുന്നതിന് മുൻപോ ശേഷമോ ശബ്ദം കേൾക്കുന്ന അവസ്ഥ പല രംഗങ്ങളിലുമുണ്ട്. ഒരു മുൻനിര അഭിനേത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥകൾ സിനിമയുടെ ആസ്വാദനത്തെ പൂർണ്ണമായി ബാധിക്കുന്നുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു സൂപ്പർ നായിക തന്റെ കഥാപാത്രത്തിന് പൂർണ്ണത നൽകാൻ ശ്രമിച്ചില്ല എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഈ ഡബ്ബിംഗ് വിവാദം ഇന്ത്യൻ സിനിമയിലെ വിവിധ ഭാഷാ വ്യവസായങ്ങൾക്കിടയിലുള്ള വലിയൊരു വ്യത്യാസത്തെയാണ് തുറന്നു കാട്ടുന്നത്. കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകുന്ന കാര്യത്തിൽ ഓരോ ഇൻഡസ്ട്രിയും പുലർത്തുന്ന നിലപാടുകൾ വ്യത്യസ്തമാണ്. ഹിന്ദി സിനിമകളിലോ മലയാള സിനിമകളിലോ ഇന്ന് മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്ന നായികമാർക്ക് വലിയ സ്ഥാനമില്ല. ബോളിവുഡിൽ മുൻനിര നായികമാർ അന്നും ഇന്നും തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു നടി മറ്റൊരാളുടെ ശബ്ദത്തെ ആശ്രയിച്ചാൽ അത് അവരുടെ അഭിനേത്രി എന്ന നിലയിലുള്ള വലിയ പോരായ്മയായിട്ടാണ് അവിടെ കണക്കാക്കുക. മലയാള സിനിമയിലും കഥാപാത്രത്തിന് സ്വന്തം ശബ്ദം നൽകുക എന്നത് അഭിനയത്തിന്റെ പകുതിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ നടിമാർ സ്വന്തമായിട്ട് ഡബ്ബ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ഭാഷാപരമായ ബുദ്ധിമുട്ടുകളുള്ള അന്യഭാഷാ നടിമാർക്ക് മാത്രമേ ഇവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ നൽകാറുള്ളൂ. എന്നാൽ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലേക്ക് വരുമ്പോൾ സാഹചര്യം തികച്ചും വിപരീതമാണ്. ഇവിടുത്തെ ഭൂരിഭാഗം മുൻനിര നായികമാരും ഇന്നും തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം ഉപയോഗിക്കാറില്ല. അവർ സ്ഥിരമായി ഏതെങ്കിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തെയാണ് ആശ്രയിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ രീതി നടിമാരുടെ പ്രൊഫഷണലിസത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒന്നാണെന്ന് പുതിയ കാലത്തെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നയൻതാരയുടെ ഉദാഹരണം എടുത്താൽ ഈ ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാകും. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി തെന്നിന്ത്യൻ സിനിമയിലെ ഒന്നാം നിര നായികയെ തുടരുന്ന വ്യക്തിയാണ് നയൻതാര. തമിഴ് സിനിമകളിൽ അവർക്കായി സ്ഥിരമായി ശബ്ദം നൽകുന്നത് ദീപ വെങ്കടാണ്. പല സിനിമകളിലും നയൻതാരയുടെ കഥാപാത്രത്തിന്റെ ജീവൻ നൽകുന്നത് ദീപയുടെ മികച്ച ഡബ്ബിംഗ് ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നയൻതാര ഒരു മലയാളിയാണ്. കൂടാതെ വർഷങ്ങളായി തമിഴ്നാട്ടിലാണ് താമസം. അവർക്ക് തമിഴ് ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാം. എന്നിട്ടും നായിക പ്രാധാന്യമുള്ള സിനിമകളിൽ പോലും അവർ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. മലയാളത്തിലെ ഇലക്ട്ര, പുതിയ നിയമം, പാട്രിയറ്റ് എന്നീ സിനിമകളിൽ മാത്രമാണ് നയൻതാര സ്വന്തം ശബ്ദം ഉപയോഗിച്ചത്. നയൻതാരയെ പോലെയും തൃഷയെ പോലെയും ലക്ഷക്കണക്കിന് ആരാധകരുള്ള കോടിക്കണക്കിന് പ്രതിഫലമാകുന്ന നടിമാർ കാണിക്കുന്ന ഈ ഉത്തരവാദിത്തമില്ലായ്മ ഒരു അഭിനേത്രി എന്ന നിലയിലുള്ള വലിയ പോരായ്മയായി തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. തമിഴിലും തെലുങ്കിലും ഒരു മുൻനിര നായകൻ മറ്റൊരാളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടുത്തെ ആരാധകരും പ്രേക്ഷകരും ആ സിനിമയും നടനെയും ഒരിക്കലും സ്വീകരിക്കില്ല. എന്നാൽ ഇതേ പ്രേക്ഷകർ നായികമാരുടെ കാര്യത്തിൽ വർഷങ്ങളായി ഇരട്ടത്താപ്പ് സഹിക്കുകയാണ്. നായകന്മാർക്ക് ബാധകമായ അതേ പ്രൊഫഷണലിസം നായികമാർക്കും ബാധകമല്ലേ? കറുപ്പ് സിനിമയുടെ OTT റിലീസ് നൽകുന്ന ഏറ്റവും വലിയ പാഠം സാങ്കേതിക കൃത്യതയില്ലാത്ത സിനിമകൾക്ക് ഇനി ആധുനിക പ്രേക്ഷകരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ്. തിയേറ്ററുകളിൽ വലിയ സ്ക്രീനിൽ ആളുകൾ ഡാൻസ് കളിച്ചും കൈയടിച്ചും കാണുന്ന സമയത്ത് ഡബ്ബിംഗിലെ ചെറിയ പിഴവുകളോ ചുണ്ടനക്കത്തിലെ വ്യത്യാസമോ ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്നാൽ OTTയിൽ മൊബൈൽ സ്ക്രീനിലോ ഹോം തിയേറ്ററിലോ സിനിമ കാണുമ്പോൾ ഇത്തരം പിഴവുകൾ പെട്ടെന്ന് ദൃശ്യമാകും. ഒരു സിനിമയ്ക്കായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല അഭിനയം. ആ കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങൾ കൃത്യമായി ഭാവത്തോടെ ഉച്ചരിക്കുന്നതും അഭിനയത്തിന്റെ ഭാഗമാണ്. തൃഷയും നയൻതാരയും പോലുള്ള സീനിയർ താരങ്ങൾ ഇപ്പോഴും തങ്ങളുടെ ശബ്ദം മറ്റൊരാൾക്ക് പണയം വെക്കുന്നത് അവരുടെ കരിയറിന് തന്നെ ദോഷം ചെയ്യും. പുതുതലമുറ നടിമാരും പലരും തമിഴിലും തെലുങ്കിലും സ്വന്തമായി ഡബ്ബ് ചെയ്ത് കയ്യടി നേടുമ്പോൾ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള താരങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് തികച്ചും നിരാശാജനകമാണ്. കറുപ്പ് എന്ന സിനിമ തിയേറ്ററുകളിൽ 308
8 കോടി നേടി എന്നത് ഒരു വലിയ സാമ്പത്തിക വിജയം മാത്രമാണ്. എന്നാൽ സിനിമയുടെ യഥാർത്ഥ ഗുണനിലവാരം അളക്കപ്പെടുന്നത് അത് കാലത്തെ അതിജീവിക്കുമ്പോഴാണ്. OTT റിലീസിന് ശേഷം ചിത്രത്തിന് നേരിടേണ്ടി വന്ന കനത്ത ട്രോളുകളും തൃഷയുടെ ഡബ്ബിങ്ങിനിടെയുള്ള വിമർശനങ്ങളും തെളിയിക്കുന്നത് പ്രേക്ഷകർ കൂടുതൽ ബോധവാന്മാരായി മാറിയിരിക്കുന്നുവെന്നാണ്. അഭിനയത്തോടൊപ്പം തന്നെ സ്വന്തം ശബ്ദവും കഥാപാത്രത്തിന് നൽകേണ്ടത് ഒരു ആർട്ടിസ്റ്റിന്റെ കടമയാണ്. തെലുങ്ക് സിനിമയിലെ ഈ ഡബ്ബിംഗ് സംസ്കാരം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നായികമാർ വെറും ഗ്ലാമർ ഘടകങ്ങൾ മാത്രമായി ഒതുങ്ങാതെ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണമായ ആത്മാവ് നൽകാൻ തയ്യാറാകണം. കറുപ്പ് സിനിമയ്ക്ക് നേരെ ഉയർന്ന ഈ ട്രോളുകൾ മറ്റു മുൻനിര നായികമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.